ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പെസഹ അപ്പം അഥവാ കൽത്തപ്പമാട്ട. ഇത് ഞാൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയേക്കണേ. എനിക്ക് ബാക്കിയുള്ള സ്ഥലത്ത് പല രീതിയിലാണ് ഉണ്ടാക്കണത്. അത് കാരണമാണ് ഞാൻ തൃശ്ശൂർ സ്റ്റൈലാണ് ഉണ്ടാക്കിയത് പറയണേ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മട്ട റൈസ്, അതായത് നെല്ലുകുത്തരി എന്ന് പറയും ഞങ്ങൾ, അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കണത്. അത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ടുണ്ട്. ഇനി ഞാൻ വറക്കുള്ളൂ. ചിലർ മുമ്പ് വറുത്ത് വയ്ക്കും, ഞാൻ ഇപ്പോഴാണ് വറക്കുള്ളൂ. 1/4 മുറി തേങ്ങ കൊത്ത് കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 12 ചുമന്നുള്ളി എടുത്തിട്ട് വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വട്ടത്തിൽ തന്നെ അരിഞ്ഞോളൂ, എന്നാലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക പറയാം. വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിൽ അരിയുമ്പോൾ അതിങ്ങനെ ഒരു ഭംഗിയിൽ കിടക്കില്ല. അത് കാരണമാണ് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെക്കുന്നത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളെടുത്ത് വെച്ചുള്ള ഉഴുന്നില്ലേ, ഉഴുന്ന് വെള്ളം വാർന്ന് ഞാൻ വെച്ചതാണ്. അതൊന്ന് ചൂടാക്കി നമുക്ക് വറുത്തെടുക്കണം. വറുത്തെടുത്താലേ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഒന്ന് നമ്മൾ ചൂടാക്കിയിട്ട് വറുത്തെടുക്കണേ. ഇപ്പം ഞാൻ ഫുൾ വീഡിയോ കാണിക്കില്ലേ, കുറച്ചായിട്ട് ഷോർട്ടാക്കിയിട്ടാണ് കാണിക്കണേ. അത് കാരണമാണ് കേട്ടോ. ഇപ്പം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. നമുക്ക് തേങ്ങക്കൊത്തും ഉള്ളിയും ചുമന്നുള്ളിയും വറുത്ത് കോരണം. അതിന് വേണ്ടിയിട്ടാണ് അത് ഈ പാത്രം വെച്ചേക്കണേ. എന്നിട്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചേക്കണത്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിക്കൊള്ളട്ടെ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ആദ്യം തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തേങ്ങക്കൊത്താണ് ഇട്ടേക്കണേ. ഇത് നന്നായിട്ട് പുളിയുറുമ്പിൻ്റെ കളർ എന്ന് പറയാം, പുളിയുറുമ്പിൻ്റെ കളർ വരെ നമ്മൾ വറുത്ത് കോരണം. ഇപ്പോൾ ഒരുവിധം കളറായിട്ടുണ്ട്. ഇത് ചുമന്നുള്ളിയും നമ്മുടെ തേങ്ങക്കൊത്തും ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ കരയണതിന് മുമ്പ് എടുക്കണം. കളറ് മാറി കഴിയുമ്പോൾ എടുത്താൽ മതി. അത് കഴിയുമ്പോൾ അത് ഇരുന്ന് ചുമന്നോളും. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതും, നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളതും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചുമന്നുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവും. അതാണ് ഞാൻ പറഞ്ഞത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അറിയുന്നവരോടല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കളർ ചേഞ്ചായി വരണം. ഇതും പുളിയുറുമ്പിൻ്റെ കളർ തന്നെ വരണം കേട്ടോ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കരിയരുത്, പ്രത്യേകം ഞാൻ പറഞ്ഞേക്കണ്. നിങ്ങൾക്കിത് വറുത്ത് പരിചയമില്ലെങ്കിൽ തീ സിമ്മിലിട്ടിട്ട് ചെയ്താലും മതി കേട്ടോ. ഇപ്പം ഇതിന് കളറ് മാറി വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് റെഡിയായി കിട്ടും. നമ്മുടെ ഉള്ളി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പതുക്കെ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ഞാൻ തീ സ്വിമ്മിലിട്ടാണ് കേട്ടോ. ഇപ്പോൾ അവസാന ഘട്ടം വന്നപ്പോൾ ഞാൻ സ്വിമ്മിലിട്ടിട്ടാണ് കോരിയെടുത്തത്. ഇനി ഞാൻ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയും ഉഴുന്നും എടുത്തേക്കുന്നതാണ്. മിക്സിയിൽ പൊടിച്ചാണ്. ഇത്തിരി തരിയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. കണ്ടില്ലേ, അത് നമുക്ക് പ്രശ്നമില്ല. അരി വറുത്തതാണ് ഇപ്പോൾ കാണിച്ചത്. ഇത്തിരി തരിയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഉഴുന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇത്തിരി തരിയൊക്കെ ഉണ്ട്. അതും പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ജീരകം ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്തേക്കുന്നത്. അരച്ചെടുത്തിട്ടില്ല, ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ വറുത്തതും നമ്മൾ ഉള്ളി വറുത്തതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് 3/4 ഭാഗം വെച്ചിട്ട് ഇട്ടാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 3/4 ഭാഗം ഉള്ളിയും 3/4 ഭാഗം നമ്മുടെ തേങ്ങ വറുത്തതും ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് കൊടുക്കുക. ചിലയിടത്ത് ഇതിൻ്റെ കൂടെ നമ്മുടെ കറിവേപ്പിലയും കൂടി വറുത്തിടാറുണ്ട്. ഞങ്ങളുടെ അവിടെ ഞാൻ കണ്ടിട്ടില്ല, അത് കാരണം ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ചേശ്ശെ വെള്ളം ഒഴിക്കണം. കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആവില്ല. അപ്പോൾ വെള്ളം കൂടി പോവും. അത് കാരണം നമുക്ക് ഒരുവിധം അറിയാമല്ലോ, അതനുസരിച്ച് വെള്ളം എടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ പോവാണ്. കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴിക്കണത്.
എൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശക്കല്ലിൽ കൈകൊണ്ട് അട ഉണ്ടാക്കിയില്ലേ ആ പരുവത്തിലാണ് ഞാൻ പൊടി കുഴച്ചെടുക്കണേ. ചിലർ നന്നായിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ആ ദോശക്കല്ലുമ്പോൾ നമ്മൾ അട ഉണ്ടാക്കണ അതേ പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കണേ. അത് ഒറ്റയടിക്ക് എടുക്കരുത്, നമ്മൾ കുറച്ചേശ്ശെ എടുക്കണം. ഇപ്പോൾ ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ. നന്നായിട്ട് ഇളക്കി ഞാൻ 3-4 വട്ടം ഇതുപോലെ കുറച്ചേശ്ശെ വെള്ളം എടുത്തിട്ടാണ് എൻ്റെ പരുവത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്തോളൂ. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് ഇതാക്കരുത്, അപ്പോൾ വെള്ളം കൂടി പോവും. അത് കാരണമാണ് പറയണത്. നമ്മൾ വെള്ളം എടുത്ത് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പറഞ്ഞത്. ഇപ്പോൾ ഒരുവിധം നമ്മുടെ കുഴ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊരു വിധമായിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് നേരം വെക്കുന്നുണ്ട് കേട്ടോ. അത് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിത് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പം ഇതിൻ്റെ കുഴയൊക്കെ പാകമായിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം ഇത് ഒന്ന് എടുത്ത് വയ്ക്കാം. ഇനി ഞാൻ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദോശക്കല്ലില്ലേ, ഈ ദോശക്കല്ലാണ് എടുത്തേക്കണത്. ദോശക്കല്ല് ഇട്ടിട്ട് ഇതിൻ്റെ മീതെ തീ ഇടണം എന്നാണ് പറയുക. നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ തീ ഇട്ടിട്ടാണ് നാട്ടിലൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ദോശക്കല്ലിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവിയിട്ട് ഇതൊന്ന് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഷേപ്പാക്കണതാണ് കേട്ടത്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുരുത്തോല കൊണ്ട് ഒരു കുരിശാണ് വെക്കേണ്ടത്. നടുക്ക് കുരുത്തോല കൊണ്ട് ഒരു കുരിശുണ്ടാക്കിയിട്ട് വെക്കണം. കുരിശുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ, അത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതെ തീ ഇടണതിന് പകരം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണ തട്ടില്ലേ, ആ തട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മീതെ വെച്ചേക്കാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച് തീ സിമ്മിലിട്ട് വേവിച്ചു. എന്നിട്ട് തുറന്ന് നോക്കി. ഇപ്പോൾ ഇതൊരുവിധം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ആ തവ കൊണ്ട് നമുക്കിത് മൂടി ഒരു 10 മിനിറ്റ് നേരം കൂടി വെക്കണം. എന്നാലാണ് ഇത് പാകമാവുള്ളൂ. ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ ഈ തവ അപ്പുറത്തെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കണേ. ഇപ്പം നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടില്ലേ, നല്ല സ്റ്റൈലും കൽത്തപ്പമായിട്ടുണ്ട്. ഇനി ഞാൻ മറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൽത്തപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൽത്തപ്പം ആദ്യം മുറിക്കണത് കാരണന്മാരാണ് ആദ്യം മുറിക്കുക.